പരിശുദ്ധാത്മാവ് നമ്മെ നല്ല വഴിയിൽ നയിക്കുന്ന ദൈവിക ശക്തിയാണ്. അവിടുന്ന് നൽകുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുന്നു. 9-ാം ഫലം ആത്മനിയന്ത്രണം. പരിശുദ്ധാത്മാവിന്റെ 9-ാം ഫലം ആത്മനിയന്ത്രണമാണ്. തെറ്റായ ആഗ്രഹങ്ങളെയും കോപത്തെയും നിയന്ത്രിച്ച് ശരിയായ വഴിയിൽ നടക്കാനുള്ള ശക്തി. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ഈശോ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു. സാത്താന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോഴും അവിടുന്ന് ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. ആത്മനിയന്ത്രണം നമ്മെ പ്രലോഭനങ്ങളിൽ നിന്നും ദൈവത്തിലേക്ക് നയിക്കുന്നു. 10-ാം ഫലം വിനയം. പരിശുദ്ധാത്മാവിന്റെ 10-ാം ഫലം വിനയമാണ്. സ്വയം ഉയർത്താതെ മറ്റുള്ളവരെ ആദരിക്കുന്ന മനസ്സ്. യാക്കോബ് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അന്ത്യത്താഴത്തിൽ ഈശോ തന്റെ ശിഷ്യരുടെ കാലുകൾ കഴുകി. ഒരു ഗുരു ദാസന്റെ ജോലി ചെയ്യുന്നതിലൂടെ വിനയത്തിന്റെ മഹത്വം അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ചു. യഥാർത്ഥ മഹത്വം വിനയത്തിലാണ്. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ആത്മനിയന്ത്രണത്തിലും വിനയത്തിലും വളർത്തട്ടെ. നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുസരിച്ച് മാറട്ടെ. പ്രാർത്ഥന: വരണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ആമേൻ.